ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. വി ആർ ലവ് 2.0 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാലത്ത് തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോണക്ക് ഞാൻ എടുക്കാൻ വേണ്ടി പ്രതീക്ഷയാണ്. പക്ഷേ ഡേ ഇൻ മൈ ലൈഫായിട്ട് എനിക്ക് നടന്നില്ല. ഒരു ഡേയിലെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് നടന്നിട്ടില്ല കേട്ടോ. രാവിലെ ഒരു 7 മണിയൊക്കെ തൊട്ട് ഒരു ഉച്ച ഒരു 2 മണി വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വർക്കും അതുപോലെ തന്നെ ഒത്തിരിയും തിരക്കുള്ളൊരു ദിവസമാണ്. പോരാത്തതിന് നമ്മുടെ അച്ഛൻ്റെ പിറന്നാൾ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയേക്കാണ് ഓരോരോ വർക്കിൻ്റെ കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പം അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ട്. ജാനിക്കുട്ടീനെയും വീട്ടിലേൽപ്പിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോന്നേക്കുന്നത്. നമ്മുടെ അഷ്ടമിച്ചിറ പാടം എന്ത് മനോഹരമാണല്ലേ. മഞ്ഞൊന്നും പോയിട്ട് പോലുമില്ല, പക്ഷെ നല്ല വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം ഒരു 6 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ എണീക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ. കാര്യം രാത്രി നല്ല ലേറ്റായിട്ടായിരുന്നു ഉറങ്ങിയിരുന്നത്. വർക്കിൻ്റെ കുറേ ടൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർത്ത് വെച്ചിട്ട് ഞാൻ ഒത്തിരി ലേറ്റായിട്ടാണ് കേട്ടോ കിടന്നത്. അപ്പോൾ ജാനിക്കുട്ടിയും വിച്ചൂസും എനിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് എൻ്റേതായ ഞാൻ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് എന്താ പറയുക, കർട്ടൻ നീക്കിയിട്ടിട്ട് നമ്മുടെ വിൻഡോ തുറന്നിടുക. കാര്യം അത്രയും നേരം ഇങ്ങനെ എയർ നമ്മുടെ റൂമിൽ തന്നെ നിൽക്കാമല്ലോ, എപ്പോഴും അടച്ചിട്ടിട്ട്. നമ്മുടെ കുഞ്ഞു റൂമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എയർ അതിനകത്ത് ഇങ്ങനെ തങ്ങി നിൽക്കും. പിന്നെ AC ഒക്കെ ഉള്ളതുകൊണ്ട് ഫുള്ള് നമ്മളെല്ലാം കവർ ചെയ്ത് അടച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ രാവിലെ എനിക്ക് അന്നേരം വിൻഡോ ഒക്കെ ഒന്ന് ഫ്രഷ് എയർ ഒക്കെ ഒന്ന് കയറാൻ വേണ്ടി വിൻഡോ ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിടും. പിന്നെ ഫസ്റ്റ് തന്നെ പരിപാടി വെച്ചാൽ ബെഡ് വിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ബെഡ് വിരിച്ചിട്ടാണ് നമ്മൾ വെളിയിലോട്ട് പോവുക. എപ്പോഴും നീറ്റാക്കി നമ്മൾ കിടന്ന സ്ഥലമൊക്കെ നീറ്റാക്കിയിട്ട് വെച്ചിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ മുടിയൊക്കെ പിന്നി കെട്ടി വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ കിടക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ മുടി കുറേ പൊട്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ശ്രദ്ധക്കുറവിൻ്റെയാണ്. കാലിൽ പൊട്ടലൊക്കെ വന്നപ്പോൾ ഞാൻ നനഞ്ഞ മുടി അങ്ങനെ ഇട്ട് കിടന്നാണ് കേട്ടോ മുടി പൊട്ടിപ്പോയത്. കുറേ പേര് ചോദിക്കുന്നുണ്ട് മുടി കൊഴിഞ്ഞു പോകുന്നുണ്ടോ. മുടി കൊഴിഞ്ഞു പോയതല്ല കേട്ടോ, കൊഴിഞ്ഞു പോകുന്നില്ല, പൊട്ടിപ്പോയതാണ് കേട്ടോ. അത് ഞാൻ ശ്രദ്ധിക്കാണ്ട് ഓയിലൊന്നും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. എന്തൊക്കെ പരിപാടി? വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അടുക്കളയിൽ കയറിയല്ലോ. വന്നു കഴിഞ്ഞാൽ അടുക്കളയില് ഞാനൊന്നും ചെയ്തിട്ടില്ല ഗൈസ്. രാവിലെ തന്നെ ഞങ്ങള് പോയതാ. ഇപ്പൊ 8:30 ആയിട്ടുണ്ട്. ഇപ്പഴാ വന്ന് കയറിയത്. ഒന്ന് അടുക്കി വെക്കാന്ന് വിചാരിച്ചല്ല. അതെ അതെ, എനിക്ക് ചായ വേണല്ലോ. ചായ 2 ചായ ചായ ഒരു ഗ്ലാസ് ചായ ചൂടാക്കണമെങ്കിൽ ചൂടാക്കാം, ചൂടാക്കണ്ടെങ്കിൽ ചൂടാക്കണ്ട. പിന്നെ നമുക്ക് അപ്പമാണ് കേട്ടോ. പിന്നെ വർക്കിന്റെ കാര്യം പറഞ്ഞേ. ഇന്നത്തെ വർക്കിന്റെ കാര്യം ഓൾറെഡി ഒരു 3/4 ഭാഗം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അഡ്രസ്സും എല്ലാം സെറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ഇനി കൊറിയർ സർവീസിൽ കൊണ്ടു കൊടുക്കുക. അതുകൊണ്ട് ജാനിക്കുട്ടിക്ക് നല്ല പനിയുണ്ട്. അപ്പൊ ജാനിക്കുട്ടീനെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോവുക. അത് കഴിഞ്ഞ് നേരെ ഓയിലെടുത്ത് വരിക, ഓയിൽ ഉണ്ടാക്കുക. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇരിക്കാൻ സമയം ഉണ്ടാവും തോന്നില്ല. പിന്നെ കുറെ കാര്യങ്ങളുണ്ട്. എല്ലാത്തിലോട്ടും ഞാൻ പോകുന്ന കൂട്ടത്തിൽ നിങ്ങളെയും കൂടെ കൊണ്ടുപോകാം. അതെ അതെ, എല്ലാവരും ചായ കുടിക്കട്ടെ. കുറെ നേരമായി നമ്മൾ ചായ കുടിക്കാനായിട്ട് വിശന്നിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ കാലത്ത് തന്നെ എണീറ്റ് പല്ലേ പോയി ഞാൻ കുറച്ചിറങ്ങി നമുക്ക് ചായ പതിവുള്ളതാണ്. എനിക്കില്ല ഡൗൺ തന്നെ. എനിക്ക് എന്ത് വിഷയം അമ്മ 10-10:30 ആവും അമ്മ എന്തെങ്കിലും കഴിക്കും. അതങ്ങനെ പണ്ടൊക്കെ 8 മണിക്ക് കഴിച്ചോണ്ട് 7 ആകുമ്പോ വിശക്കാൻ തുടങ്ങി. ഇപ്പൊ അങ്ങനെ ഇല്ല, ഇപ്പൊ അതൊക്കെ ശീലമായി. അതെ അതെ, എന്തായാലും എടുക്ക കുടിക്കട്ടെ. ബിച്ചുവിനുണ്ടല്ലോ പത വരുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ എനിക്കാണ് പതപ്പിക്കാണ്ട് എനിക്ക് ഇഷ്ടമല്ല പതപ്പിക്കണത്. പതപ്പിച്ചു കുടിക്കണം, എന്നാലാണ് ടേസ്റ്റ്. പിന്നെ അപ്പൊ കടിയില്ലേ, ചായ മാത്രം തന്ന് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. പായസം എവിടെയാണോ വയ്ക്കണേ? പായസം എവിടെയാണ് വയ്ക്കണേ? അമ്പലപ്പുഴ പാൽപ്പായസം അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളവിടെ പോയി കളക്ട് ചെയ്യണം. അതെ, ഫുഡ് എന്തൊക്കെയല്ലേ അവിടെ ഇന്നലെ എന്തോരം പച്ചക്കറി അരിയണേ. എത്രയും കണ്ട ആൾക്കാർക്ക് അത് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇന്ന് ഫുഡിന് അതെ 10,000 ഒന്നും ആവില്ല. പക്ഷെ ചില്ലറ ആൾക്കാരായിരിക്കില്ല അവിടെ, കിട്ടൂല. പക്ഷെ അത് തിന്നാ ഈ കൊല്ലം വേറെ ഒന്നും കഴിക്കണ്ടെന്നാ പറയാ. അതെ, അത്രയും വലിയ പ്രസാദം അല്ലേ. അയ്യോ ചുപ്പിന് ചുപ്പ് തിരക്കാണ്. അമ്മൂണ് ഇതിന്റെ ഒക്കെ. അതെ അതെ, അമ്മയാണ് നയിക്കുന്നത്. മാനേജർ ചിക്കൻ പെരട്ട് പോർക്ക് വെന്താലും ഞാനൊന്നിനുമില്ല, ഞാൻ എന്റെ പണിക്ക് പോവാ. പോർക്ക് വെന്താലും
ബിന്ദാലു വെന്താലു അല്ല അല്ലേ? വെന്താലും ആ വെന്താലു കുഴപ്പമില്ല. വിന്താലു ചേച്ചി അവിടെ നിന്ന് ഓർഡർ ഇട്ടോണ്ടിരിക്കട്ടോ. ചിക്കൻ വരട്ടി കോഴീനെ ഇവിടെ നിർത്തി ഓരോന്നിനും കട്ട് ചെയ്താണ്. അതായിരിക്കും നല്ലത്. ഇനിയിപ്പോ വെടിയിറച്ചി വേണവർക്ക് ഒരു ഗണ്ണ് മേടിച്ചിട്ട് എന്നിട്ട് കോഴീനെ അപ്പൊ തന്നെ അങ്ങോട്ട് വെടിക്കാം. വെടിയിറച്ചിയായി. മറ്റേ സിനിമയില് ചേട്ടാ വെടിയിറച്ചി ഉണ്ടെന്ന് പറഞ്ഞ വഴിയേ അപ്പുറത്ത് പടക്കോട്ട സൗണ്ട് വെടി വെടിയിറച്ചി പറഞ്ഞിട്ടുണ്ടായില്ലേ, കോഴീനെ വെടി വെച്ച് കൊന്നത്. പിന്നെ അച്ഛന്റെ പെരുന്നാളാണെന്ന് ഒരു 100 കൊല്ലം ഞാൻ ഇരിക്കേണ്ട ദൈവമേ, ഞാൻ കാത്തോട്ടെ. അച്ഛൻ ഇങ്ങനെ ജീവിച്ചിരിക്കട്ടെ. ക്രെഡിറ്റ് ഈ പറഞ്ഞോണ്ട് ഇവർക്ക് തന്നെ. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ പിന്നെ കിടന്നിട്ട് ഓടാൻ ഇവിടെ ഇരുന്ന് പറയണ പോലെ അല്ലല്ലോ എല്ലാ കാര്യങ്ങളും. ആവശ്യങ്ങൾ ഇന്ന് ചെയ്തോണ്ടിരിക്കണം. ഇന്ന് ഫുൾ റെസ്റ്റ്. ഇന്ന് റെസ്റ്റ് ഇല്ല മാസ്റ്റർ. ഇന്ന് ഫുൾ തിരക്കാ. ഇന്ന് കാലത്ത് ഓയിലിന്റെ വർക്കും കാര്യങ്ങളും, അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് പിന്നെ അച്ഛന്റെ പിറന്നാളും കാര്യങ്ങള്. ഇന്നലെ കൊണ്ട് നമ്മുടെ ഓഫർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ ഇതൊക്കെ ഡ്രസ്സ് അയച്ച് ഇനി ഒട്ടിച്ച് വിടാനായിട്ടുണ്ട്. അതും കാലത്ത് ചെയ്യണം. ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ചോദിക്കുന്നുണ്ട് ഓല് വിട്ടോ. നമ്മളിവിടെ നമ്മുടെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ നമുക്ക് കൂട്ടി ഒപ്പിച്ച് കൊണ്ടുവരാൻ പറ്റണ്ടേ. അവരെയും വേണ്ടല്ലോ, അവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ ചോദിച്ചോണ്ടേയിരിക്കും. ഇന്ന് ഓർഡർ ചെയ്തെങ്കിൽ നാളെ ചോദ്യം തുടങ്ങും വിട്ടോ. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ ഇതാട്ടോ. എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് അഡ്രസ്സൊക്കെ ഒട്ടിച്ച് എല്ലാം ചെയ്തിട്ട് വേണ്ടേ നമുക്ക് വിടാം. പിന്നെ വിട്ട് കഴിഞ്ഞാൽ 10, 50, 60 ബോട്ടിലൊക്കെ ആയിരിക്കും കൊറിയർ സർവീസ് ഇരിക്കുക. അപ്പൊ അവർക്കും അവിടുന്ന് കയറ്റി വിടണമെങ്കിൽ ചിലപ്പോൾ അവർ ഒരു ദിവസമൊക്കെ എക്സ്ട്രാ ചോദിക്കും. കാരണം ഇത്രയും ബോട്ടില് അടിച്ചു വിടണ്ടേ, ഇച്ചിരി പാടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. ഇവിടുന്ന് കുറെ ഞങ്ങൾക്ക് പൂവൊക്കെ കിട്ടിയിട്ട് ഇവിടുന്ന് പോവാണ്. ഇവിടെ കുറേ ചെടികളുണ്ട് കേട്ടോ. നല്ല രസമുള്ള ഭംഗിയുള്ള ചെടികളുണ്ട്. എനിക്ക് കൊങ്ങിണിയൊക്കെ നമ്മുടെ ഇടുക്കിയിൽ കാട്ടി വളരുന്നത്, ഇവിടെ വീടുകളിലാണ് വളരുന്നത്. ഇപ്പൊ ഞാനാണ് ഓടിക്കേണ്ടത് മയിൽവാഹനം. ഓക്കെ, ഞാൻ ഓടിക്കാം. കാല് ഫുള്ള് രാവിലെ തന്നെ പൊട്ടിച്ച് ഗൈസ്. ഞാൻ ഒരു മൂക്കിട്ടൊരു ഇടി വന്നിട്ടുണ്ടെങ്കിണ്ടല്ലോ. ഞാൻ പതുക്കെ അടുത്തുങ്ങി വരാം കേട്ടോ. എനിറ്റാ പടി ദേ ഇങ്ങോട്ടേക്ക് പോന്നു. സൂര്യനൊക്കെ ഇവിടെ നല്ല കത്തി മിന്നി നിൽക്കുന്നുണ്ട്. നമ്മുടെ വണ്ടീനെ ഇവിടെ ആ കാട്ടിക്കൂടിയാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ. അവൻ ഡിയോയ്ക്ക് നൊന്നിട്ടുണ്ടാവും. അവിടെ ഇവിടെയൊക്കെ പോറി വിച്ചുവിൻ്റെ ഓരോ കലാവിരുതേ. അമ്മ കഴിഞ്ഞ ദിവസം ഏതോ നല്ല വഴി ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇതാണ് നല്ല വഴി. ഇതിന് ആരമ്മ നല്ല വഴി എന്ന് പറഞ്ഞത്. നമുക്ക് ഈ പ്രാവശ്യം തപ്പി നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാര്യം സംഭവം അവിടെ ഉണ്ട്, നമ്മൾ കണ്ടിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോവുക, പൊട്ടിക്കുക, പെട്ടെന്ന് തിരിച്ചു പോരുക. ആ ഒരു കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തുനിന്ന് ഒരു ചേട്ടനാണ് നിൽപ്പുണ്ട് പശുവിനെ ഇതുകൊണ്ട്. ഇവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. 2 ചേട്ടന്മാരെ അപ്പുറത്തും ഇപ്പുറത്തുണ്ട്. വേറെ ആരും ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങിക്കിടക്കണം. ഇതാണ് ടാസ്ക്. എൻ്റെ കാലിൽ പോയിരുന്നത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വലിയൊരു കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. കാലേ പൊട്ടലുണ്ടായതുകൊണ്ട് വേദന എടുക്കും കേട്ടോ. ഇത് തണുപ്പിനകത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നിറച്ച് കുഞ്ഞു മീനുകൾ. നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ ആ സൈഡിലോട്ട് പോകുന്നു. അപ്പം അതൊക്കെ പോവാല്ല. വിച്ചു വഴക്കുറയും ഗൈസ്. ഇവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വിച്ചുവിനെ മാത്രം വിട്ടിട്ട് ഇവിടെ അവർ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടേക്കുന്നത്. പക്ഷെ അത് ചെളിയാണ്, റിസ്ക്കാ. ദേ ആളങ്ങ് ചെന്ന്. ഞാനിവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ പോട്ടെ. എന്തോ ഒരു രസമാണല്ലോ ഈ പാടത്തെ ഈ ചെടികൾ കാണാനായിട്ട്. നല്ല രസമാട്ടോ. ഇത് പുല്ലിനകത്തൊന്നും അല്ലാന്നുണ്ടെങ്കിൽ എന്നാ ഭംഗിയായിരിക്കില്ലേ കാണാനായിട്ട്. നമ്മുടെ നീലക്കുറിഞ്ഞിയൊക്കെ പോണക്ക് വേറൊരു റോസ് കുറിഞ്ഞി എന്നൊക്കെ നമുക്ക് പേരിട്ട് വിളിക്കായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നിറച്ചുണ്ടേ ഈ പാടത്ത്. കണ്ടോ, പുല്ലില്ലെങ്കിൽ ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. വിച്ചൂസേ ദൈവമേ, അവിടുത്തെ ആരോ പറിച്ചുകൊണ്ട് പോയെന്ന് തോന്നുന്നുണ്ട്. വിച്ചു അവിടെ പോയി നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇത് കൂടെ നടക്കാൻ തന്നെ ഒരു രസമാട്ടോ. നമ്മൾ ഈ പൂവൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കില്ലേ, ആ ഒരു സെറ്റപ്പ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ടപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. വിച്ചു ഇവിടെ നമുക്ക് കൂട്ടായിട്ടേ 2 പോത്തുംകുട്ടന്മാരുണ്ട് കേട്ടോ. അവന്മാർ എത്തി വലിഞ്ഞ് നോക്കുന്നു. നോക്കി ആരാണ്ട് ഞങ്ങളുടെ തട്ടകത്തിൽ നിന്നാന്ന് തോന്നുന്നുണ്ട്. തല പൊക്കി വെച്ച് നോക്കുക. പേടിയായിട്ടാണോ? ഒന്നും ചെയ്യില്ല കേട്ടാ. 2 പേര് തല പൊക്കി വെച്ച് നോക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷയാണെങ്കിൽ നമ്മൾ കണ്ടു വെച്ചോടത്ത് അധികം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മളൊന്നും കൂടെ തപ്പി ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ടേക്കൊക്കെ പോന്നേക്കുന്ന. ഈ ചെടിക്ക് മുള്ളുണ്ട്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാല കുത്തി കയറും, കിളി പോവും. ഈ കൂടി നിൽക്കുന്ന ചെടിയുണ്ടോ, ഇതിന് മുള്ളുള്ള കേട്ടോ. തെയ്യൊക്കെ നിൽക്കുന്നത്.
തപ്പിയൊക്കെ നടന്ന അവസാനം കണ്ടുപിടിച്ചോട്ടോ. ഈ നിൽക്കുന്ന ഫുള്ള് കയ്യോഞ്ഞാണ്. പക്ഷെ അങ്ങോട്ടേക്ക് പോക്കാണ് കേട്ടോ ഒരു റിസ്ക്. കാര്യം അത്യാവശ്യം താഴ്മയുള്ള ഇത് ചളിയാണ് കേട്ടോ. ഇവിടെ ഇതുങ്ങളെയൊക്കെ കൊണ്ട് കെട്ടുന്നോണ്ട് അതിൻ്റെ ഓണർമാരൊക്കെ നടന്നു കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇച്ചിരി തെളിച്ചമൊക്കെ ഉണ്ട്. അയ്യോടാ, ഇത് ആദ്യമേ കണ്ടാൽ മതിയായിരുന്നു കേട്ടോ. നോക്കിയേ, ഇത് ഫുള്ള് കയ്യോഞ്ഞാ. നോക്കി വെച്ചു, അവിടെയൊക്കെ ഉണ്ട് കേട്ടോ നിറച്ച്. ഇവിടുന്ന് അങ്ങോട്ട് അവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ നിറച്ചിട്ട് ഇതുണ്ടോ. നമ്മളിനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഞങ്ങൾ നടക്കുകയെന്ന് കേട്ടോ. കഴിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമം വന്ന് നടക്കുന്നത്. അതെ, എന്ത് ചെയ്യുമ്പല്ലയ്യ ദൈവമല്ലയ്യ നിൽക്കുന്നത്. പറിക്കട്ടെ കേസ് എനിക്ക് ഉഷമ്മ തയ്ച്ചു തന്നാട്ടെ. നല്ല ഭംഗി. അപ്പൊ ഇവരൊക്കെ പറയുന്ന ഈ അമ്പലത്തിലെ ഉത്സവങ്ങൾക്കൊക്കെ നമ്മളൊരു കനകാട്ടൊക്കെ അറിയത്തില്ലേ? അല്ല, എനിക്ക് തോന്നി. പക്ഷെ നല്ല ഭംഗിയുണ്ട്, നല്ല കളറൊക്കെ. ഇതല്ലേ അത് ഉഷമ്മ ഓരോരോ വെറൈറ്റി പരീക്ഷിക്കുന്നു കേട്ടോ. അന്ന് സൈഷേട്ടൊക്കെ കൊള്ളാടി കൊള്ളാടി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഇട്ട് കഴിഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട്. എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പറയാം എന്തായാലും നല്ല പരിപാടിക്ക് പോകുമ്പോട്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ പെട്ടെന്ന് കിട്ടിയത് ഇതട കണ്ണാ കണ്ണ ഓടി ഉഷമ്മ ഓടിപ്പിച്ച പാട്ടാട്ടോ. അത് പാടിക്കൊണ്ടിരിക്കുന്നു. ഡാൻസ് കളിച്ചൊക്കെ ഇങ്ങനെ കണ്ണാ കണ്ണ ഓടിവാ കണ്ണാ കണ്ണ ഓടിവാ. അപ്പൊ നമ്മള് ജാനക്കുട്ടിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോന്നു. അപ്പോണൊക്കെ എനിക്കൊന്ന് കാണണം. ഇവിടെ കടലിൽ ഇറങ്ങിയിട്ട് ഭയങ്കര വേദന. ഇല്ലാത്ത രോഗങ്ങളില്ല കേസ്. അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ചൂടിന്റെ അന്ന് എന്തെങ്കിലും ആട്ടെ. പിന്നെ ഓയിൽ എടുക്കണം. അങ്ങനെ കുറെ തിരക്കായിട്ട് ഓടുകയാണ്. ഓടുന്ന നിങ്ങളെ കൂടെ കൂട്ടാൻ പായോ? നിങ്ങളും കൂടെ കൂടെ ഓടിക്കോ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരാള് പോയിട്ട് കൊറേ നേരായല്ലോ ദൈവമേ. ആശാനെ കൊറേ നേരായില്ല പോയിട്ട്. അയ്യോടാ, വിരിയും. പക്ഷെ അതുങ്ങൾ ആ ഡോറിന്റെ അവിടെ നിർത്തി ഇട്ടിട്ടാണ്. നമുക്ക് അവിടുന്ന് മാറ്റാട്ടോ. ഈ പ്രാവശ്യം എന്തായാലും നമ്മൾ മാറ്റും. കൂടെ അടിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. ജാനിക്കുട്ടി, ഈ വണ്ടി മാറ്റുന്നില്ലേ? അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണ കാച്ചാനായിട്ടുള്ള അടുപ്പൊക്കെ എടുക്കുന്നത്. അപ്പൊ എടുത്തിട്ട് 2-3 ദിവസമായി. അപ്പൊ അവരോടൊന്ന് പറയണം, നമുക്കൊരു വർക്ക് കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടു കൊടുക്കാന്ന് പറയാൻ വേണ്ടിട്ട് അമ്മൂസ് പോകുന്നതാണ് കേട്ടോ. നമ്മളിപ്പോ എന്ത് സാധനമായാലും എടുത്തിട്ട് വന്നാൽ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് ചിന്തിക്കില്ലേ അയ്യോ സാധനം എവിടെയാന്നുള്ളത്. അപ്പൊ നമുക്ക് അത് പറയേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി ഇല്ലേ. അപ്പൊ അതിന് വേണ്ടിട്ടാണ് കേട്ടോ. അപ്പൊ അമ്മ അവിടെ പോയി പറയുന്നുണ്ടേ. പറഞ്ഞാ അത് കുഴപ്പമില്ല മോളെ, വിളിച്ചാ മതിയായിരുന്നല്ലോ. വരണ്ടായിരുന്നല്ലോ. നല്ല ആൾക്കാരാട്ടോ. അപ്പൊ നമ്മൾ അതനുസരിച്ച് നിക്കണമല്ലോ. നമ്മളിവിടുന്ന് എടുക്കാറ്. ഇപ്പൊ 3 ദിവസമായിട്ട് എടുത്തിട്ട് നമുക്ക് വർക്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. വർക്ക് ടൈറ്റും എല്ലാം കൂടെ കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ അത് പറയേണ്ടത് നമ്മുടെ മര്യാദയാണല്ലോ. അപ്പൊ നാളെ കൊണ്ടുതരാം. അതൊന്നും സാരല്ല മോളെ, പറഞ്ഞാ മതി. വിഷയമുള്ള കാര്യമല്ലോ. കണ്ടോ കൊപ്ര ഇവിടെ ഉണക്കുന്നുണ്ട് കേട്ടോ. ഉണക്കുന്നോട്ടനാട്ടോ നമ്മൾ മേടിക്കുന്ന. കുറേ പേര് ഇപ്പോഴും ഡൗട്ട് ചോദിക്കാറുണ്ട് അല്ലേ ജാനിക്കുട്ടി, നിങ്ങൾ നല്ല എണ്ണയാണോ മേടിക്കുന്നത്? നല്ല എണ്ണയാണോ മേടിക്കുന്നത്? ഞങ്ങളിവിടെ ആട്ടുനോട്ടനാണ് കേട്ടോ മേടിക്കുന്നത് അല്ലേ ഷാനിക്കുട്ടി? ഷാനിക്കുട്ടി ഡോക്ടറെ കണ്ടോ? ഹാപ്പി ടു യു ആണ് കേട്ടോന്നോ? ആരുടെയാ ഹാപ്പി ടു യു? അപ്പച്ചന്റെയോ? എന്നിട്ടോ കൊച്ചെണ്ണ മേടിച്ചു കൊടുത്തേ? കന്നാസ് മേടിക്കണം. എക്സ്ട്രാ മേടിക്കണം. 4 കന്നാസ് അല്ലേ? അല്ലെന്ന് കന്നാസ് എക്സ്ട്രാ മേടിക്കണം. ഹാപ്പി ടു യു കുട്ട. അപ്പച്ചോട് അങ്ങനെ പറയോ? കൊച്ചു ബേബിനെയൊക്കെ ആയിട്ടോ ഡോക്ടറെ കാണാൻ വേണ്ടി വന്ന കേട്ടോ. ഡോക്ടർ അങ്കിളിനെ കണ്ടോ? എന്ത് പറഞ്ഞു? പനിയാന്ന് പറഞ്ഞോ? മരുന്ന് തന്നോ? ഇങ്ങോട്ട് ചോദിക്കേ അമ്മുനെ. വേണ്ടേ? എന്നാ ഞാൻ പിണങ്ങി കേട്ടോ. കൂട്ടി പറ്റി കേട്ടോ. അപ്പൊ ഇവിടെ കൊപ്ര ഉണങ്ങി. എനിക്ക് എന്റെ കൊപ്ര ഉണങ്ങി ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടാട്ടോ കഴിക്കാൻ. ഹാപ്പി ടു യു അപ്പച്ചാ. ഞാൻ ഓയിൽ മേടിക്കുന്നോണ്ട് ചെല്ലാട്ടെ അച്ചു. ഹാപ്പി ടു. ഇന്നാളിൽ നിർത്തില്ല കേട്ടോ. നമുക്ക് 4 കന്നാസാണ് കേട്ടോ മേടിക്കുള്ളൂ. 1 കന്നാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാലൻസുള്ള വെജീസ് കൊണ്ടുവരും. ഞങ്ങള് ഡോക്ടറെ അടുത്ത് പോയി ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. ഭയങ്കര നിൽക്കേണ്ടി വന്നു കേട്ടോ. നിൽക്കേണ്ടി വന്നു. നമ്മള് പെട്ടെന്ന് പോയി പെട്ടെന്ന് കാണാം. പക്ഷെ മരുന്ന് മേടിക്കുന്നോടത്തേ 1 മണിക്കൂറോളം മരുന്ന് മേടിക്കുന്നോടത്ത് പോയി. അപ്പൊ പിന്നെ ഞങ്ങള് വിചാരിച്ചു എന്തെങ്കിലും കഴിച്ചേക്കാം. കാര്യം തളരാൻ തുടങ്ങി കേട്ടോ. വയ്യാഴികയുടെ ആയിരിക്കും. എനിക്കിവിടെ ഭയങ്കര വേദന. പിന്നെ നമുക്ക് രാവിലെ
ഓരോരോ തിരക്കായിട്ട് ഇങ്ങനെ ഓടി നടക്കുക, ഒന്നും കഴിക്കാനൊന്നും പറ്റുമില്ല. അപ്പോൾ തളരാൻ തുടങ്ങിയപ്പോൾ എന്നാൽ പിന്നെ കയറി ഫുഡ് കഴിച്ചേക്കാന്ന് വിചാരിച്ച് കയറിയതാട്ടോ വൃത്തിയിൽ. ജാനിക്കുട്ടി ഇവിടെ ഉണ്ട്. ജാനിക്കുട്ടിയും ടയർഡായി. ജാനിക്കുട്ടിയും ചോദിച്ചു അമ്മ ചപ്പാത്തി മേടിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചേട്ടാ. വിശന്നിട്ട് ഒരു മിഠായി മേടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കും അല്ലേ ജാനി? നമ്മൾ രാവിലെ പോകുന്ന കേട്ടോ, 9:00 പോകുന്നത്. ഇപ്പോൾ സമയം 12 മണിയായി. ഫ്രഷ് ചൂടൻ ബിരിയാണി മസാല ദോശ വെച്ച് വന്നതാട്ടോ. പക്ഷെ ഉച്ചയായി പോയി, ടൈം നമ്മൾ നോക്കിയില്ല. അപ്പോൾ ബിരിയാണി കഴിക്കാം എന്ന് വിചാരിച്ചു. നല്ല വിശപ്പുണ്ട് കേട്ടോ, വിശപ്പും ഉണ്ട്. ആകെ ടയേർഡല്ല എപ്പോഴും. തരാം ഞാൻ കൊടുക്കാം. നീ അവിടെ കഴിച്ചോ? എണ്ണയിൽ കുട്ടയും പറ്റും. അല്ലല്ല, പനി ആയതുകൊണ്ട് നമുക്ക് ഉണ്ണി കൊടുക്കണ്ട, വെള്ളം മാത്രം കൊടുക്കണം. അച്ഛൻ്റെ ഏത് അത് കൊടുത്ത മതിയാ? അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് പായസം കുടിക്കുന്നത്? ബിരിയാണിയുടെ പായസം കഴിച്ചോ? അപ്പോൾ അച്ഛനും ഇവിടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യുഞ്ഞ അതേപോലെ നിലമ്പണ്ട അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് കുനുകുന എന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹംസ് നമ്മുടെ പഴയ കൊറ്റൻ ഉണ്ടായിരുന്നല്ലേ, കൊറ്റനൊക്കെ വാരി അപ്പൊ അമ്മ ആ പരിപാടിയാണ്. ഇപ്പൊ നമ്മ വീണ്ടും ഉണ്ടാക്കാനായിട്ട് തുടങ്ങാണ് കേട്ടോ. അത് മറ്റേ ഇതൊക്കെ റീൽസ് ആടിയതറിയാട്ടല്ലോ. അല്ലാതെ കേട്ടിട്ട് മിച്ചുവിന്റെ മുഖത്ത് എക്സ്പ്രഷൻ ഒന്നും വന്നില്ലേ? അതാ ഞാൻ പറഞ്ഞ റീൽസ്. അല്ല അത് സിനിമയിലുള്ള പോകുന്നേ. സിനിമ അത് റീൽസ് കൊടുക്ക ഇറങ്ങിയായിരുന്നല്ലോ, അതാ ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് കത്തിക്കാനൊക്കെ അടിപൊളിയാട്ടോ. ഇത് കത്തിക്കാൻ സൂപ്പർ ആട്ടോ. ഇത് എണ്ണ ഉണ്ടല്ലോ, എത്ര നമ്മള് പിഴിഞ്ഞാലും എണ്ണയുടെ അംശം ഉണ്ടാവും അതിനകത്ത്. കത്തും. അതിന് വേണ്ടിട്ടാട്ടോ അത് പിഴിഞ്ഞാട്ടോ. എണ്ണ ഫുള്ള് ഞാൻ രാത്രി ഞങ്ങള് ഇരുന്ന് പിഴിഞ്ഞു. ആ എണ്ണ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യങ്ങളിൽ. അപ്പൊ ഇന്ന് നേരെ അടുപ്പിലേക്ക് വെക്കാല്ലേ? ഇല്ലുമിനാട്ടി അവിടെ ഇരുന്ന് എന്തെടുക്ക? ഇല്ലുമിനാട്ടി പൂജ നടത്തുകയാണോ ഓർഡർ കിട്ടാൻ വേണ്ടിട്ട്? കൊച്ചവിടെ സാമ്പ്രാണിത്തിരിയൊക്കെ വെച്ച് ആളുടെ ചുക്കരിയാമുത്തേല് കുത്തി വെച്ച് ഭയങ്കര പൂജ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടിരിക്കട്ടെ ഗൈസ്, ആ ടൈം കൊണ്ട് നമുക്ക് നമ്മുടേതായ പണികളിലോട്ടൊക്കെ പോവാം. അച്ഛൻ എന്താണ്ട് നിങ്ങളുടെ അടുത്ത് സങ്കടം പറയണമെന്ന് പറഞ്ഞു കേട്ടോ. അതെ, പണിയില്ലാണ്ടിരുന്ന എനിക്ക് ഒരു പണി തന്നതാ വിഷ്ണു. വെട്ടോട് വെട്ട് മണിക്കൂറായി വെട്ട് തുടങ്ങി. മണിക്കൂറോളായി ഇവിടെ വെട്ട് തുടങ്ങിയിട്ട്. മുതലാളിക്ക് പണിയില്ല, ഞങ്ങള് തൊഴിലാളിക്കുന്ന പണിയായിട്ട് മുതലാളി വെറുതെ ഇരിക്കല്ലോ വെച്ചു. എന്നിട്ടാണ് അതിനകത്ത് കടിക്കല്ലേ, കയ്യെ കടിക്കല്ലേ, കൊല്ലേ. അത് നമ്മുടെ അവിടെ പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ കഴുകാൻ വേണ്ടിട്ടാണ് കേട്ടോ. അച്ഛൻ ഇവിടെ നിന്ന് വട്ടട്ടെ. എന്താ പറഞ്ഞായിരുന്നല്ലോ വെച്ചോടിരുന്ന്? കഴിഞ്ഞിട്ടില്ല, ഇതുകൂടെ ഉണ്ടോ? ഒരു തച്ച് തരേണ്ടി വരും. അതെ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ചെയ്തു തരാം. പക്ഷെ തച്ച് റെഡി, പൈസ തച്ച് നമുക്ക് വരും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ ഒരു തച്ചില്ല, വരേക്കുന്ന ഉറയ്ക്കാൻ കിട്ടിക്ക് നന്നായിട്ട് ഉറക്കി. തച്ചുകാരന്മാര് തൊഴിലാളികളുടെ പണി മുതലാളി ക്യാമറ ആയിട്ട് പേർക്ക് 700 വെച്ചിട്ടോ. 700 കുറഞ്ഞു പോയല്ലോ വിച്ചു. ഇച്ചിരി ഇത് തരാം, ഇച്ചിരി കൂടുതൽ തരാം. ആയിക്കോട്ടെ. 750. ഇച്ചിരി കണ്ണെന്താ പൊട്ടിയോ ഉള്ള? കണ്ണിന്റെ എന്താ പൊട്ടിയോ? കണ്ണൂല് ഇതല്ലേ? കണ്ണൂല് പൊട്ടിയുണ്ട്. നല്ല ഞാൻ എന്റെ പണിപ്പൂരെന്ന് ജസ്റ്റ് ഇങ്ങോട്ടേക്കൊന്ന് വന്നു കേട്ടോ. എന്റെ ശിഷ്യന്മാരാണ് എല്ലാം ചെയ്യുന്നത്, ഞാൻ പിന്നെ വെറുതെ നോക്കൂത്തിയായിട്ട് നിൽക്കുന്നു എന്ന് പറയാൻ താല്പര്യമില്ല ഗൈസ്. ഞാനിപ്പോ അങ്ങോട്ടേക്ക് ചെല്ലണം, അല്ലെങ്കിൽ ഒന്നും ഓടത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോണ
പോണൊക്കെ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. കാര്യം കുറെ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഇവിടുത്തെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പാട്ടോ കാര്യങ്ങളോ ഒക്കെ ഇട്ടായിരിക്കും നമ്മൾ ഇൻട്രോ ഒക്കെ എടുത്ത്. അപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാണ്ട് പറ്റുന്നില്ല ഗൈസ്. കാര്യം വൈകിട്ട് വരെ ഒന്നും കൊണ്ട് എത്തിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ വർക്കിന്റെ ടൈറ്റും കാര്യങ്ങളൊക്കെ അല്ലേ, നമ്മൾ പതുക്കെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യാം. അപ്പോൾ വിച്ചു തിരക്കിയിട്ട് ഇപ്പോൾ ഓയിലൊക്കെ കൊടുക്കാണ്ടൊക്കെ പോകും. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലണം. അപ്പം ഞാൻ വിചാരിച്ചു അതിന് ഇപ്പറായിട്ട് പോകാം, നമ്മുടെ വീഡിയോയുടെ വർക്ക് കാര്യങ്ങളൊക്കെ തീർത്ത് വെച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഓയിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് ഇത് വീഡിയോ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോയുടെ ആ ഭാഗം ക്ലിയർ ആക്കി വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിച്ചു. ശിഷ്യ ചെന്നേക്കൂ. അതെ, അവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ ഗൈസ്, മാറാട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നാളെ അച്ഛൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് സൂപ്പർ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം മിസ് ചെയ്യാണ്ട് എല്ലാവരും കാണുക. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ തിരക്കിട്ട ലൈഫിലെ ഒരു തിരക്കിട്ട വീഡിയോ ആണ്. രാവിലെ ഒരു 6-7 മണിയൊക്കെ തൊട്ടുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ 1:30-2 മണിയാകാറായിട്ടുണ്ട്. ഇതുവരെയുള്ള വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരിയും വിട്ടുപോയിട്ടുണ്ട്. കാര്യം എല്ലാം ഒന്നും നമുക്ക് കവർ ചെയ്ത് എടുക്കാണ്ട് പറ്റില്ല. അപ്പോൾ പകുതിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും ക്ഷമിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബോട് ചെയ്തേക്കാം, ബെല്ലൈക്കൻ ഇടിച്ചു പിടിച്ചേക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും